ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയുടെ പേര് എന്നാന്ന് വെച്ചാൽ പനീർ പസന്ത എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഈ ഒരു കറി ഹോട്ടലിൽ പോകുമ്പോൾ ഒക്കെ മേടിച്ച് കഴിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വീട്ടിൽ വന്നുണ്ടാക്കണം. പക്ഷെ നമുക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പോലും നമുക്കിത് അറിയാൻ മേലല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുക. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വലിയ ഐറ്റംസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഇതിന് കസൂരി മേത്തി ഇട്ടാലേ ആ ഒരു മണവും അതിൻ്റെ ഒരു ഇത് വരുവുള്ളൂ. ആ ഒരു എന്നാ പറയുക, നമ്മളൊരു ഡിഷ് കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല്, ടേസ്റ്റ് ഇതെല്ലാമാണ് ആ ഒരു ഡിഷിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വെക്കുമ്പോൾ തന്നെ അതിന് മണവും ഗുണമൊന്നും ഇല്ലാന്നുണ്ട് എല്ലാവരും പറയും ഇത് എന്താ കറിയാ, ഒന്ന് വേണ്ട അത് ഇങ്ങോട്ട് താന്ന് പറയും. ഈ പറഞ്ഞ പോലെ സൈക്കോ ആണ്, അത് ടേസ്റ്റ് ചെയ്യാൻ പോലും നമ്മളൊന്നും നോക്കത്തില്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പനീർ, ഇത് കുറച്ച് പുതിന ചട്നിയാണ് അരച്ച് വെച്ചേക്കുന്നത്. ഈ പുതിന ചട്നി അരയ്ക്കാനായിട്ട് മിക്കവർക്കും അറിയാൻ മേലെ പറഞ്ഞു തരാം. കുറച്ച് പുതിന എടുക്കുക, അതേ സെയിം ക്വാണ്ടിറ്റി ഓഫ് മല്ലിയില എടുക്കുക, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കപ്പലണ്ടി, ഇച്ചിരി തേങ്ങ, പച്ചമുളക്, എരിവ് അനുസരിച്ച് പച്ചമുളക്, ഇത്രയും ഇട്ട് അരയ്ക്കുന്നതാണ് പുതിന ചട്നി. ഇതിനകത്ത് ചിലർ തൈര് ചേർക്കുന്നവരുണ്ട്, ക്രീം ചേർക്കുന്നവരുണ്ട്, മയോണൈസ് ചേർക്കുന്നവരുണ്ട്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടം. ഇതൊന്നുമില്ലാതെ പ്ലെയിനായിട്ട് എടുക്കുന്നതാണ് ഈ പുതിന ചട്നി. പിന്നെ വേണ്ടിയത് കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടിച്ചതാണ് വേണ്ടിയത്. പക്ഷേ ഇത് ക്രഷ്ഡാണ്. ഇത് നല്ലോണം പൊടിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല പൊടിയായിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെ. ഇത് ജീരക പൊടിയാന്നു, ഒന്നെങ്കിൽ പൊടി അല്ലെങ്കിൽ ജീരകം. പിന്നെ വേണ്ടേ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇച്ചിരി സവാള, ടൊമാറ്റോ, ഇച്ചിരി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുക്കാമേ, മല്ലിയില, ഫ്രഷ് ക്രീം, കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് തൈര്. ഇത് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പണിയുണ്ട്, എന്നാന്നറിയാമോ, നമുക്ക് എണ്ണ ഒന്ന് ചൂടാവണേ. എണ്ണ ചൂടാക്കാൻ വെച്ച് വെച്ചാൽ അടുത്ത പരിപാടി നടക്കും. എണ്ണ അവിടെ ചൂടാവട്ടെ. ഫസ്റ്റ് എന്താ വെച്ചാൽ നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ പനീർ വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നടുവേ ഒന്ന് മുറിക്കുക, അന്നേച്ച് കുറച്ച് പുതിന ചമ്മന്തി എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. നെക്സ്റ്റ് സ്ലൈസ് വെച്ച് ഇതങ്ങ് ഒട്ടിക്കും. ഇതേപോലെ ഇത്രയും ഫുൾ സാധനം പനീറിൻ്റെ പീസ് മുറിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് രണ്ടായിട്ട് മുറിച്ച് സാൻഡ്വിച്ച് പോലെ തന്നെ നമുക്ക് അകത്ത് പുതിന ചട്നി വെക്കാൻ പറ്റുന്ന പോലെ തന്നെ ആ പനീർ മുറിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അഥവാ സപ്പോസ് ഇപ്പം എനിക്ക് തന്നെ മുറിച്ചപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരിയൊക്കെ പൊടിഞ്ഞു പോയി. ആ പൊടിഞ്ഞു പോയത് കളയേ വേണ്ട, ഗ്രേറ്റ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ചുമ്മാ അരിഞ്ഞിട്ട് വറുത്ത് അതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഏതായാലും നമ്മുടെ ഇഷ്ടം. ഇനി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, കുറച്ച് കോൺഫ്ലവറും ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെള്ളം, ഇതിനകത്തോട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് ടിപ്പ് ചെയ്യുക. തീ നല്ല സിം ആക്കി വെച്ച് വേണം വറുക്കാൻ.
പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടേച്ച് വറക്കരുത്. കാര്യം എന്നാന്നോ, സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, പനീർ ഇങ്ങനെ മുറിച്ചകത്ത് നമ്മൾ സാൻഡ്വിച്ച് പോലെ പുതിന ചട്നി വെച്ചേച്ചാണ് കോൺഫ്ലവറിൽ വറുക്കുന്നത്. പിന്നെ ഇച്ചിരി ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതങ്ങ് പൊളന്നു പോകും. അപ്പോൾ പൊളന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സാധനം അതിനകത്ത് വരികയില്ല. അവിടെ ഇച്ചിരി സമാധാനത്തിൽ എന്താ പറയുക, ക്ഷമയോടുകൂടിയൊക്കെ അത് വറുത്തെടുത്താലേ ഒക്കത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞു ബ്രേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അനീസ് കിച്ചൺ. നമ്മുടെ ആ പനീർ കണ്ടോ, നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ സാധനം അങ്ങനെ വിട്ട് പോരുകയില്ല. അത് ആ സാൻഡ്വിച്ച് പോലെ തന്നെ ഇരിക്കുവേ. അത് നമ്മൾ ആ കോൺഫ്ലവറിലിട്ട് വരുമ്പോൾ അത് വിട്ട് പോരുകയില്ല. ഇനി എന്നാ നെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ഇവിടെ ഇരുന്നോട്ടെ, അതിനെ ശല്യം ചെയ്യണ്ട. ഇനി കുറച്ച് നമ്മൾ സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. അതെന്നാന്ന് വെച്ചാൽ, നമ്മൾ വറ്റൽമുളക് എടുക്കുവാണെങ്കിൽ അങ്ങനെ, അതല്ല ഇങ്ങനെ ചതച്ച മുളക് എടുക്കുവാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി എടുക്കുവാണെങ്കിൽ അങ്ങനെ, ഏതായാലും പ്രശ്നമില്ല. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, എരിവ് അനുസരിച്ച് നമുക്ക് വറ്റൽമുളക് എടുക്കുവാണെങ്കിൽ ഒരു 7 എണ്ണം, ക്രഷ്ഡ് എടുക്കുവാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ. ഇതെല്ലാം എരിവിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക. ഫസ്റ്റ് ഇതിനെ നമുക്ക് നല്ല അസലായിട്ടൊന്ന് പൊടിക്കണം. ഇത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആവട്ടെ. ഇത് പൊടിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ കാഷ്യൂ 1 ആയിട്ട് വേണം ശരിക്കും അത് പൊടിച്ചെടുക്കാൻ. ഇത് ഇത്രയും നല്ലതായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിനകത്തോട്ട് സവാള. ഇതും അരിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൊമാറ്റോ. ഇതെല്ലാം കൂടി ഇട്ട് അരയ്ക്കാൻ മേലേന്ന് ചോദിച്ചാൽ ഒക്കത്തില്ല, ഓരോന്നായിട്ടിട്ട് തന്നെ അരയ്ക്കണം. എന്നാ വ്യത്യാസവും ചോദിച്ചാൽ ശരിക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അതിൻ്റെതായ വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ ഞാനും ആദ്യം ആലോചിച്ചു ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരച്ചാൽ പോരെന്ന്. പക്ഷെ അങ്ങനെ അരച്ചപ്പോൾ വേറൊരു ടേസ്റ്റാണ് വന്നത്. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നായിട്ട് അരച്ചപ്പോഴത്തേക്ക് എന്നാ ആ ടേസ്റ്റിന് വ്യത്യാസം വന്നതെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, വൈ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. അത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരുമിച്ച് അരയ്ക്കുമ്പോൾ അതിൻ്റെ ആ റോ എല്ലാം കൂടെ വരുമ്പോൾ ഏതാണ്ട് ഒരു വല്ലാത്ത ടേസ്റ്റ് വരും. 1 by 1 അരയ്ക്കുമ്പോൾ ആ അരവിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഇങ്ങനെ അരയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരിക. ഇതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ടേബിൾ സ്പൂൺ കണക്കാക്കിക്കോ തൈര്. ഇതിപ്പോൾ ശരിക്കും ഞാൻ ചെയ്തപ്പം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് അരയ്ക്കുന്നത്. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല. ചിലർക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ തന്നെ എല്ലാം ശരിയായെന്നിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ ആരെയും കുറ്റി എനിക്ക് ഒത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഒരാൾക്ക് അത് ചെയ്യാൻ നോക്കുമെന്ന് തോന്നുവാന്നേല ചെയ്യാം ഫസ്റ്റ്. പക്ഷേ ഒരു കാര്യം എന്നാണോ, നമ്മൾ ഫസ്റ്റ് ഒരു ഹോട്ടലിൽ പോയിട്ട് ഈ പനീർ പസന്ത എന്ന് പറഞ്ഞ കറി വാങ്ങി കഴിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പരീക്ഷണത്തിനെല്ലാം ഇറങ്ങാൻ. അത് 2 വേർഷനും നോക്കണം. അപ്പം നമ്മൾ തനിയായിട്ട് അരച്ചും നോക്കുക, ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് അരച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫറൻസും കൂടെ നോക്കിയേച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നു. അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇനി എന്നെ കണ്ട് പഠിക്കുന്നവർ പോലും ആ തെറ്റ് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബട്ടർ, ഏതെങ്കിലും ഒന്ന് മതി.
ബട്ടർ ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ്, ബട്ടറോ ഘീയോ എന്നതേലും നമുക്ക് ഏതാ ഫ്ലേവർ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ റോ ആയിട്ട് അരച്ച് ചേർത്തേക്കുന്നത്. അന്നേരം എന്നാന്ന് വെച്ചാൽ റോ ആയിട്ട് അരച്ച് ചേർക്കുമ്പോൾ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മൾ ആ തിരിച്ച ഗീയിലേക്ക് ഇടുമ്പോൾ നമ്മളതെല്ലാം അരഞ്ഞു കിടക്കുക. പിന്നെ ആ ഉള്ളിയുടേതായ മണം, തക്കാളിക്ക് അതെല്ലാം ഉണ്ട്. ഇതെല്ലാം പോകണമെങ്കിൽ ആ എണ്ണയിൽ ഒരു ഇച്ചിരി കിടന്നൊന്ന് മൂക്കണം. മൂത്തതിന് ശേഷം നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിയിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ അരപ്പെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. ആദ്യം ഫസ്റ്റ് ആ അരപ്പ് മാത്രം ഇട്ടേച്ച് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയേച്ച് വേണം വെള്ളം ഒഴിക്കാൻ. നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ജീരകപ്പൊടിയാണ്. ജീരകമാണെന്നും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഫ്ലേവർ വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പം എനിക്ക് ജീരകത്തിൻ്റെ ഒരു ചെറിയ ഒരു മണമേ ഉള്ളൂ. അഥവാ ഒരു ഇച്ചിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ ഏറ്റവും കൂടുതൽ ജീരകം ഒരുപാട് ഉപയോഗിക്കാറില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടും അറ്റ് പ്രസൻറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ തവണയായിട്ടാണ് വെക്കുന്നത്. അന്നേരം ഇപ്പം എനിക്ക് ആ മണം വരുമ്പോഴത്തേനും ഒരു ഇച്ചിരി ജീരകത്തിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രം ഞാൻ ഇടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇടുന്ന എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വെച്ച കറിക്കകത്തോട്ട് ഇച്ചിരി കുറവായതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ അത്രയും വരികയില്ല. അല്ലെ ചിലപ്പോൾ പറയും അയ്യോ അത് രണ്ടാമത് ജീരകപ്പൊടി ഇടുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, അതിപ്പം ഞാൻ ഈ വെച്ച കറിക്ക് ആ ഒരു ഫ്ലേവർ ഇച്ചിരി കുറയും വരെ നമ്മളൊരു അരപ്പരയ്ക്കുമ്പോൾ തന്നെ ഒരു ഏറ്റക്കുറച്ചിൽ വരികയില്ലേ, അന്നേരം നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇതിനകത്തോട്ട് മിക്സി കഴുകിയ വരാം. ഹൈ ഫ്ലെയിമേ തന്നെ ഇത് പെട്ടെന്ന് കുറുകാനേ ഉള്ളൂ, ഒരുപാട് സമയം എടുക്കത്തില്ല. പക്ഷേ ഈ കുറുകി തിരിച്ച് അത് ആ എണ്ണ തെളിയുന്നത് പോലെ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചപ്പം അതിങ്ങനെ എന്നാ പറയുക ഒരു ഗ്രേവി പോലെ ആയില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് തിരിച്ച് ആ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നമ്മൾ അതിനെ വേവാനായിട്ട് വിടണേ. വേവാനായിട്ട് വിട്ടാൽ മാത്രമേ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ല പച്ച ഉള്ളിയുടെയൊക്കെ ഒരു ചുവയും ടൊമാറ്റോ ഒക്കെ ഒന്ന് വേവണ്ടായോ, അതിൻ്റെ ഒരു സമയം നമ്മൾ ഇതിന് കൊടുക്കണം. ഈ സമയം ഒരു ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഇട്ടാൽ മതി. കോൺഫ്ലവറിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, പനീറിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ചട്നിക്കകത്ത് ഉപ്പുണ്ട്. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഇപ്പോൾ ഈ ചേർത്തേക്കുന്ന ഗ്രേവിക്ക് മാത്രം ഉപ്പിടുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തി പിന്നെ ഇടാനുള്ളതാ, അതുകൊണ്ട് ഒത്തിരി ഇടണ്ട. ഇനി ഇതിനകത്തോട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്രീം ചേർക്കണം. ഒരു ഹാഫ് പോർഷൻ ചേർക്കുക. പിന്നെ ആണെങ്കിൽ നമ്മൾ വാങ്ങാൻ നേരം കുറച്ചുകൂടെ ചേർക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബാക്കി ഉള്ള കസൂരി മേത്തി ഒരുപാട് കൂടരുത്, അവസാനം എന്നാന്ന് വെച്ചാൽ കഴിക്കുവേ, അതുകൊണ്ട് ഒരുപാട് ഇടണ്ട. ഒരു ചെറിയ തിക്നെസ് ആയിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നേരം ആ പനീർ സാൻഡ്വിച്ച് പോലെ നമ്മൾ ചെയ്തേക്കുക, പുതിനയുടെ കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിനയുടെ ഒരു ഫ്ലേവർ, ക്രീമിൻ്റെ ഒരു ഫ്ലേവർ, എന്നാ പറയുക നമ്മൾ അരപ്പെല്ലാം ചേർത്തതിൻ്റെ ഒരു ഫ്ലേവർ, ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മെർജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് പനീർ പസന്ത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പനീർ നല്ല ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മെർജ് ചെയ്ത് നല്ല ഒന്നായി നല്ല എന്താ പറയുക നമ്മൾ ചേർത്ത നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് കുറച്ച് ക്രീമും കൂടെ ചേർത്തേച്ച് ഓഫ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഭട്ടൂര നല്ലതാ, പൊറോട്ട നല്ലതാ, നാൻ നല്ലതാ, റോട്ടി നല്ലതാ, ചപ്പാത്തി നല്ലതാ, ഇതെല്ലാം നല്ലതാ. നമ്മുടെ പനീർ പസന്ത റെഡിയാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല ഫ്ലേവർ എന്താണെന്നറിയാമോ, കോമ്പിനേഷൻ എന്താണെന്നറിയാമോ, ഭട്ടൂര ഇസ് വെരി ഗുഡ്. കാര്യം ചൂട് ഭട്ടൂരയും ഇങ്ങനെ ഈ ഉള്ളിയൊക്കെ റിങ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചേച്ച് ഭട്ടൂര നല്ല എണ്ണയും നല്ല ചൂടായിട്ട് വന്ന് ഈ പനീറിൻ്റെ കൂടെ കഴിക്കുവാന്നേൽ നമ്മൾ ഒരു ഭട്ടൂരയിലൊന്നും നിർത്തുകയില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും.